നിങ്ങൾ നെസ്റ്റ് എക്സാമിനെ പറ്റി കേട്ടിട്ടുണ്ടോ? നാഷണൽ എൻട്രൻസ് സ്ക്രീനിംഗ് ടെസ്റ്റ്. ഒരു പക്ഷേ നീറ്റ്, JEE പോലുള്ള എൻട്രൻസ് എക്സാമുകളെ പോലെ അത്ര ഫെമിലിയർ അല്ല ഈ എക്സാം. പക്ഷേ ഇന്ത്യയിലെ തന്നെ 2 പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ അഡ്മിഷൻ നേടാവുന്ന ഒരു എക്സാം. ഈ എക്സാമിനെ പറ്റിയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. അതായത് ഈ എക്സാം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെയാണ് അഡ്മിഷൻ ലഭിക്കുക, ആർക്കൊക്കെ ഈ എക്സാം എഴുതാനായിട്ട് സാധിക്കും, ഈ ഒരു കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് സംസാരിക്കുന്നതാണ്. ഭുവനേശ്വറിലെ നൈസറിലും UMDAE CEBS ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മുംബൈയിലേക്കുമാണ് ഈ എക്സാം എഴുതി നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുക. ഈ 2 ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഇൻ്റഗ്രേറ്റഡ് MSc പ്രോഗ്രാമുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് MSc ഇൻ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ് ഈ 4 സബ്ജക്റ്റുകളും നിങ്ങൾക്ക് ഈ എക്സാം എഴുതി ഈ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പഠിക്കാനായിട്ട് പറ്റും. നൈസറിൽ 200 സീറ്റുകളും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മുംബൈയിൽ 57 സീറ്റുകളുമാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അങ്ങനെ ടോട്ടൽ 257 സീറ്റുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എക്സാം എഴുതി കയറാനായിട്ട് നോക്കുന്നത്. ഇത്രയും പാടുപെട്ടി എക്സാം എഴുതി കയറാൻ വേണ്ടിയിട്ടുള്ളത് എന്തെങ്കിലും ഉണ്ടോ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിലെന്നായിരിക്കും നിങ്ങളുടെ ഡൗട്ട്. ഇപ്പോൾ ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചാൽ. അതിൽ മെയിൻ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് വേൾഡ് ക്ലാസ് ഫാക്കൽറ്റീസ് ആണ്. അതായത് ഒരുപാട് പ്രമുഖരായിട്ടുള്ള സയൻറ്റിസ്റ്റുകളാണ് നിങ്ങൾക്ക് ഡയറക്റ്റ് ക്ലാസ്സുകൾ അവിടെ എടുത്തു തരുന്നത്. ഈ റിസർച്ച് പരമായിട്ടൊക്കെ സയൻസ് പരമായിട്ടുള്ള റിസർച്ചൊക്കെ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ഓപ്റ്റ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് ഈ 2 ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് സ്റ്റൈപ്പൻഡും സ്കോളർഷിപ്സും ഒക്കെയാണ്. അതായത് ഇവിടെ ദിശ സ്കോളർഷിപ്പ് സ്കീമൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ നിങ്ങൾക്ക് സ്റ്റൈപ്പൻഡും ആനുവൽ സ്കോളർഷിപ്പും ഒക്കെ നേടാനായിട്ട് പറ്റും. മൂന്നാമത്തെ ബെനിഫിറ്റ്, ഇപ്പം നിങ്ങൾ കുറച്ചുകൂടി ഒരു ഹൈ പെർഫോമർ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ബാർക്കിൻ്റെ ഇൻ്റർവ്യൂ, ബാബ അറ്റോമിക് റിസർച്ച് സെൻറ്ററിൻ്റെ ഇൻ്റർവ്യൂ ഡയറക്റ്റ് ഇവിടുന്ന് പഠിച്ചിറങ്ങിയതിന് ശേഷം ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് നിങ്ങൾക്ക് അവിടെ ആണെങ്കിലും കയറാനായിട്ട് സാധിക്കും. ഇനി ഇത് ആർക്കൊക്കെ എഴുതാനായിട്ട് സാധിക്കുക? +2 സയൻസ് പഠിച്ച ഏതൊരു കുട്ടിക്കും ഈ എക്സാം എഴുതാനായിട്ട് പറ്റും. +2 സയൻസ് പഠിക്കാമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ 2025 നെസ്റ്റ് എക്സാം എഴുതേണ്ട കുട്ടി 2023 24 പാസ് ഔട്ട് ആയ ആളോ 2025 പാസ് ഔട്ട് ആവാൻ പോകുന്ന ആളോ ആയിരിക്കണം. കൂടാതെ +2 ബോർഡ് എക്സാമിന് 60% അഗ്രിഗേറ്റ് മാർക്കും ഉണ്ടായിരിക്കണം. പിന്നെ ചില കുട്ടികളുടെ ഒരു ഡൗട്ടാണ് ഈ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ് എന്നൊക്കെ കേൾക്കുമ്പോൾ ഞാൻ മാത്സ് പഠിച്ചിട്ടില്ല, +2 ഞാൻ മാത്സ് പഠിച്ചിട്ടില്ല, അല്ലെങ്കിൽ ബയോളജി പഠിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്ന കുട്ടികൾ പേടിക്കൊന്നും വേണ്ട. നിങ്ങൾക്ക് എക്സാമിന് ഈ 4 സബ്ജക്റ്റും നിങ്ങൾക്ക് 4 സബ്ജക്റ്റിൽ നിന്നും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പക്ഷേ നിങ്ങൾ ഈ 4 സബ്ജക്റ്റ് അറ്റൻഡ് ചെയ്യുക. പക്ഷേ നിങ്ങളുടെ ബെസ്റ്റ് ഓഫ് 3 ആയിരിക്കും അവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ മാത്സ് അറിയാത്തൊരു കുട്ടിയാണെങ്കിൽ നിങ്ങളത് അറ്റൻഡ് ചെയ്തേക്കുക. ബാക്കി 3 സബ്ജക്റ്റുകൾ നിങ്ങൾ നല്ലതായിട്ട് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരതായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതോർത്ത് പേടിയൊന്നും വേണ്ട. ഇനി ഇതിന് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് അറിയണ്ടേ? nest.exam.in എന്നുള്ള അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അതായത് ഇപ്പം February 17 തൊട്ട് May 9 വരെ ഇവരുടെ ആപ്ലിക്കേഷൻ പോർട്ട് ഓപ്പൺ ആണ്. നിങ്ങൾക്ക് ഈ ടൈമിൽ പോയി അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ കറക്ഷൻ വിൻഡോ ഒരു 14-ാം തീയതി വരെ, May 14-ാം തീയതി വരെ ഓപ്പൺ ആയിരിക്കും. എന്തെങ്കിലും ആപ്ലിക്കേഷൻ നിങ്ങൾ ഫില്ല് ചെയ്ത് കൊടുത്തതിൽ എന്തെങ്കിലും കറക്ഷൻസ് കാര്യങ്ങളുണ്ടെങ്കിൽ കറക്ഷൻ വിൻഡോയും ഓപ്പൺ ആയിരിക്കും May 14 വരെ. അതിനുശേഷം ഇവർ ഒഫീഷ്യൽ മോക്ക് ടെസ്റ്റുകൾ ഇവരുടെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. May 16-ാം തീയതി ഇവർ ഒഫീഷ്യൽ മോക്ക് ടെസ്റ്റും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. June 2-ാം തീയതി അഡ്മിറ്റ് കാർഡുകൾ ഇവരുടെ വെബ്സൈറ്റിൽ കയറി തന്നെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. June 22-ാം തീയതിയാണ് നെസ്റ്റ് 2025 എക്സാം ഡേറ്റ് എന്ന് പറയുന്നത്. പിന്നെ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുന്ന സമയത്ത് വളരെ ശ്രദ്ധിച്ച് ഫില്ല് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മളുടെ ആൽഫയുടെ തന്നെ കോർഡിനേറ്റേഴ്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ഉണ്ടായിരിക്കും. ഇനി എക്സാം ഫീയുടെ കാര്യം പറയാനാണെങ്കിൽ മെയിൽസിനും ജനറൽ OBC കാറ്റഗറിക്കും 1400 രൂപയും ഫീമെയിൽസിനും SC ST കാറ്റഗറിക്ക് 700 രൂപയുമാണ് എക്സാം ഫീ വരുന്നത്. ഇതിൻ്റെ സിലബസ് എന്ന് പറയുന്നത് +1 +2 ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്നീ സബ്ജക്റ്റുകളിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരിക. +2 ബോർഡ് എക്സാമിന് ശേഷം നമ്മളുടെ ആൽഫ തന്നെ ഒരു ക്രാഷ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ക്രാഷ് കോഴ്സ് അറ്റൻഡ് ചെയ്യുന്നതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഡെയിലി എക്സാംസ് ഉണ്ടാവും, മോക്ക് ടെസ്റ്റുകൾ ഉണ്ടാവും, എന്തെങ്കിലും ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ് ആയിട്ട് നമ്മളുടെ കോർഡിനേറ്റേഴ്സ് ഉണ്ടാവും. അതുപോലെ തന്നെ ഹെൽപ്പ് ഡെസ്കിന് നമ്മളുടേതായിട്ടുള്ള ആപ്ലിക്കേഷനും ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം ക്രാഷ് കോഴ്സ് അറ്റൻഡ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് അനായാസം ഈ ഒരു നെസ്റ്റ് 2025 എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ പിന്നെ ഇനി വെയിറ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ? May 9 വരെ നിങ്ങൾക്ക് സമയമുണ്ട് ഇത് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്. ആൽഫയോടൊപ്പം നന്നായിട്ട് പഠിച്ചുകൊണ്ട് നെസ്റ്റ് 2025 എക്സാം നമുക്ക് ക്രാക്ക് ചെയ്യാം. ഓൾ ദി ബെസ്റ്റ്.